എല്ലാവർക്കും നമസ്കാരം. രാമമന്ത്രങ്ങളാൽ മുഖരിതമായ ഒരു കർക്കിടക മാസം കൂടി കടന്നു പോവുകയാണ്. രാമായണം സവിശേഷമായ ഒട്ടേറെ കഥാപാത്രങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഒരു രാമായണം. ജീവിതത്തിൽ പുലർത്തേണ്ടതും പുലർത്താതിരിക്കേണ്ടതുമായ കഥാപാത്രങ്ങൾ രാമായണം എന്ന കാവ്യം നമ്മെ കാണിച്ചു തരികയാണ്. കഴിഞ്ഞ ദിവസം രാമായണത്തിലെ ശ്രീരാമചന്ദ്രനെയും ഊർമിളയും ദേവിയെയും കുറിച്ചുമുള്ള അവരുടെ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ഈ രാമായണ ചിന്തകളിൽ വിശകലനം ചെയ്തത്. ഇന്ന് ഒരു 3 കഥാപാത്രങ്ങളുമായി വീണ്ടും വരികയാണ്. രാമായണത്തിൻ്റെ ആ കഥയുടെ ഗതി തന്നെ മാറ്റിയ ഒരു കഥാപാത്രമാണ് മന്ദര. ദശരഥ മഹാരാജാവിൻ്റെ സന്തോഷകരമായ കുടുംബം, അല്ലെങ്കിൽ ആ കൊട്ടാരത്തിലെ സന്തോഷകരമായ ജീവിതം ഇല്ലാതാക്കിയതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് മന്ദര. രാവണവധം എന്ന അവതാര ഉദ്ദേശത്തിനു വേണ്ടി ഭഗവാന്റെ അവതാരമായി ശ്രീരാമചന്ദ്രൻ ജന്മമെടുത്തു. അതേസമയം തന്നെ അവതാര ലക്ഷ്യത്തിലേക്ക് ശ്രീരാമചന്ദ്രനെ സഹായിക്കുവാനായി ദേവന്മാർ, വാനരന്മാർ അടക്കമുള്ള ഓരോ രൂപത്തിലും അവതാരമെടുക്കുകയുണ്ടായി. ഇന്ദ്രസദസ്സിലെ ഒരു അപ്സരസായിരുന്നു മന്ദര എന്ന് പറയപ്പെടുന്ന ആൾ. കേകേയ രാജകുമാരിയായ കൈകേയിയുടെ തോഴിയായി അയോധ്യയിലേക്ക് എത്തിയ മന്ദര. കൈകേയിയോട് അത്രയും അധികം സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ ഉള്ള ഒരു തോഴിയായിരുന്നു മന്ദര. ശ്രീരാമചന്ദ്രനെ യുവരാജാവാക്കി അല്ലെങ്കിൽ രാജാവാക്കി വാഴ്ത്തുന്നതിന് വേണ്ടിയുള്ള അഭിഷേക ചടങ്ങുകൾ ദശരഥ മഹാരാജാവിൻ്റെ കൽപ്പന പ്രകാരം അയോധ്യയിൽ നടന്നുകൊണ്ടിരുന്ന ദിവസം അഭിഷേക വാർത്ത അറിഞ്ഞ് കൈകേയിയുടെ അടുത്തേക്ക് മന്ദര ചെല്ലുകയാണ്. വിവരം കൈകേയി അറിയിക്കുന്നു മന്ദര. ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകത്തെക്കുറിച്ച് അറിഞ്ഞ കൈകേയി വളരെ സന്തോഷവതിയായിക്കൊണ്ട് മന്ദരയ്ക്ക് ധാരാളം സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. പക്ഷേ ഈ സമ്മാനങ്ങളൊന്നും തന്നെ മേടിക്കാൻ മന്ദര തയ്യാറാകുന്നില്ല. മറിച്ച് വാക്കുകളാൽ വിഷത്തിൻ്റെ വിത്തുകൾ കൈകേയിയുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് മന്ദര ഒഴിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് രാമായണത്തിൽ കാണുന്നത്. ശ്രീരാമൻ രാജാവായി വന്നാൽ ശ്രീരാമ മാതാവായ കൗസല്യാദേവിയുടെ അടിമയായി കൈകേയി കഴിയേണ്ടി വരുമെന്നും കൈകേയിയുടെ പുത്രനായ ഭരതൻ ശ്രീരാമചന്ദ്രൻ്റെ അടിമയായി ജീവിക്കേണ്ടി വരുമെന്നും, അല്ലെങ്കിൽ രണ്ടുപേരെയും, കൈകേയിയും ഭരതനെയും, ഈ നാട്ടിൽ നിന്ന് ശ്രീരാമചന്ദ്രനെ ഓടിച്ചു വിടുമെന്നുമൊക്കെ ഉള്ള ആ വാക്കുകൾ കൈകേയിയുടെ മനസ്സിലേക്ക് കോരിയിട്ട് കൊടുക്കുകയാണ് മന്ദര. കുറേ കഴിയുമ്പോൾ മന്ദരയുടെ വാക്കുകളിൽ കൈകേയി വീണുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇന്നും സമൂഹത്തിലും ഒട്ടേറെ മന്ദരമാർ ഈ സമൂഹത്തിലുമുണ്ട്. രാവണവധം എന്ന സത്കാര്യത്തിനാണ് മന്ദരയുടെ വാക്കുകൾ ശ്രീരാമചന്ദ്രന് അല്ലെങ്കിൽ അവതാര ലക്ഷ്യത്തിന് വേണ്ടിയാണ് എത്തിച്ചതെങ്കിൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ധാരാളം മന്ദരമാർ സന്തോഷകരമായി ജീവിക്കുന്ന കുടുംബങ്ങളെ തകർക്കുന്ന മന്ദരമാരെ നമുക്ക് കാണാം. നല്ല രീതിയിൽ പോകുന്ന സംഘടനകളെയും സമാജങ്ങളെയും തകർക്കുന്ന മന്ദരമാരെ നമുക്ക് കാണാൻ സാധിക്കും. രാമായണം എന്ന കാവ്യത്തിലൂടെ ആ കാവ്യത്തിലെ ആ മന്ദര എന്ന കഥാപാത്രത്തെ അറിഞ്ഞുകൊണ്ട്, പഠിച്ചുകൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന മന്ദരമാരെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. രാമായണത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കൈകേയി. നേരത്തെ സൂചിപ്പിച്ച പോലെ കേകേയ രാജാവിൻ്റെ പുത്രിയായ കൈകേയി ദശരഥ മഹാരാജാവിൻ്റെ പട്ടമഹിഷി കൗസല്യാദേവിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട പത്നിയും പ്രണയിനിയുമൊക്കെ കൈകേയിയായിരുന്നു. വാക്ചാതുരി കൊണ്ടും മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾ കൊണ്ടും ധീരത കൊണ്ടും ശക്തി കൊണ്ടുമൊക്കെ കൈകേയി മറ്റു 2 ഭാര്യമാരേക്കാൾ ദശരഥ രാജാവിന് വളരെ പ്രിയപ്പെട്ട ആ ദശരഥ മഹാരാജാവിൻ്റെ ആ കുടുംബത്തെയോ ആ കൊട്ടാരത്തെയോ ആ രാജാവിനെ തന്നെയോ ഇല്ലാതാക്കുന്നത് കൈകേയിയുടെ നിർബന്ധ ബുദ്ധിയും പിടിവാശിയുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മന്ദരയുടെ വിഷവിത്തുകൾ
കൈകേയിയുടെ മനസ്സിലേക്ക് വരികയും പണ്ടൊരു കാലത്ത് തൻ്റെ ഭർത്താവ് തനിക്ക് നൽകിയ 2 വരങ്ങൾ ആവശ്യപ്പെടുകയാണ് കൈകേയി. ഒന്ന്, രാമനെ 14 വർഷത്തേക്ക് വനവാസത്തിനയക്കണം. മറ്റൊന്ന്, തൻ്റെ പുത്രനായ ഭരതന് രാജ്യാധികാരം കൊടുക്കണം. ദശരഥ മഹാരാജാവ് നിർബന്ധിതനാകുകയാണ്. കൈകേയിയുടെ നിർബന്ധത്തിന് മുമ്പിൽ രാമനെ അദ്ദേഹം കാട്ടിലേക്ക് അയക്കുന്നു. പുത്രവിരഹത്താൽ ശോകാകുലനായ ദശരഥ മഹാരാജാവ് മരണമടയുന്ന കാഴ്ചയാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭർത്താവിൻ്റെ തന്നെ പ്രാണനെ പോലെ സ്നേഹിച്ച തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ വലിയ ശോകാകുലിയൊന്നും ആകുന്നില്ല കൈകേയി. മറിച്ച് തൻ്റെ പുത്രന് കിട്ടിയ രാജാധികാരത്തിൽ ഭ്രമിച്ചുപോയി കൈകേയിയുടെ മനസ്സും ഹൃദയവും. എന്നാൽ അയോധ്യയിലേക്ക് എത്തുന്ന ഭരതൻ തൻ്റെ പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ് തൻ്റെ ജ്യേഷ്ഠനായ താൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന തൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രൻ്റെ വനവാസവും കാര്യവും അറിഞ്ഞ് മാതാവെന്ന പരിഗണന പോലും കൊടുക്കാതെ കൈകേയിയെ, നീചയായ സ്ത്രീയെ, നിങ്ങളുടെ വയറ്റിൽ ഞാൻ എങ്ങനെ പിറന്നു എന്ന് ചോദിക്കുന്ന ഭരതനെ നമുക്കവിടെ കാണാൻ സാധിക്കും. പുത്രൻ്റെ ആ നിലപാടുകൾ, കൈകേയിയുടെ ആ മനസ്സിലുണ്ടായിരുന്ന പഴയ നന്മ തിരിച്ചു വരുന്നതും ആ പഴയ നന്മയിലേക്ക് കൈകേയി പോകുന്നതും രാമായണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കൈകേയി എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് പഠിക്കേണ്ടത് സ്വയം ആത്മപരിശോധന നടത്താതെ മറ്റൊരുവൻ്റെ വാക്ക് കേട്ട് ഒരിക്കലും പ്രവർത്തിക്കരുത്. മൂന്നാമതൊരാളുടെ വാക്ക് കേട്ട് സ്വയം ആത്മപരിശോധന നടത്താതെ പ്രവർത്തിക്കരുത്. മറ്റുള്ളവന് ചവിട്ടാനുള്ള, അടിക്കാനുള്ള പന്തായി നിന്നു കൊടുക്കരുത് എന്ന ഒരു ഗുണപാഠം കൈകേയിയുടെ ആ കഥാപാത്രത്തിലൂടെ രാമായണം നമുക്ക് പറഞ്ഞു തരികയാണ്. അതുപോലെ രാമായണത്തിൽ എപ്പോഴും ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കഥാപാത്രമുണ്ട്. മറ്റാരുമല്ലാതെ ദശരഥ മഹാരാജാവിൻ്റെ 2ാമത്തെ പുത്രനും ശ്രീരാമചന്ദ്രൻ്റെ സഹോദരനുമായ ഭരതൻ. തൻ്റെ മാതാവായ കൈകേയി ചെയ്ത നീചപ്രവൃത്തി മൂലം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരാളായി ഭരതൻ മാറുകയാണ്. അയോധ്യയിലേക്ക് എത്തുന്ന ഭരതൻ തൻ്റെ മാതാവ് ചെയ്ത നീചമായ പ്രവൃത്തി കണ്ട് മാതാവിനെ ക്രൂരമായി, മാതാവിൻ്റെ പരിഗണന കൊടുക്കാതെ പോലും പരുഷ വാക്കുകൾ ഉപയോഗിച്ച് കൊണ്ട് അതിനുശേഷം രാമമാതാവായ കൗസല്യയെ കാണുവാൻ വരുമ്പോൾ കൗസല്യ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഭരത, നിനക്ക് സന്തോഷമായില്ലേ? രാജാധികാരം നിനക്ക് കിട്ടിയില്ലേ? തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ ഭരതൻ വീണു പോവുകയാണ് അവിടെ. തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ ഭരതൻ കുറേ ശ്രമിക്കുന്നു. അവസാനം കൗസല്യ ദേവിക്ക് ഭരതൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കാൻ സാധിക്കും. അയോധ്യവാസികൾ ഭരതനെ തെറ്റിദ്ധരിക്കുകയാണ്, ജ്യേഷ്ഠനെ കാട്ടിലേക്ക് ഓടിച്ച് രാജാവാകാൻ പോകുന്നു. എന്നാൽ അയോധ്യവാസികളെയും ആ രാജ്യസഭയിലെ ഉന്നതമായ വ്യക്തികളെയും വിളിച്ചുകൊണ്ട് ഭരതൻ പറയുന്നത്, എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ടുവരുവാൻ, ജ്യേഷ്ഠനാണ് ഇവിടുത്തെ രാജാവ്, ജ്യേഷ്ഠനെ കൊണ്ടുവരുവാൻ നമുക്കൊരുമിച്ച് കാട്ടിലേക്ക് പോകാം. അയോധ്യവാസികളുടെയും തെറ്റിദ്ധാരണ മാറുന്നവിടെ. തുടർന്നുള്ള ആ മുഴുവൻ സൈന്യത്തെയും കൂട്ടി ഭരതൻ്റെ യാത്ര ശ്രീരാമചന്ദ്രൻ്റെ ഏറ്റവും ഉത്തമ സുഹൃത്തായ നിഷാദ രാജാവായ ഗുഹൻ, ആ രാജ്യം കടന്നു വേണം ഭരതന് പോകേണ്ടത്. ഗുഹൻ സംശയിക്കുകയാണ് ഭരതനെ, ശ്രീരാമനെ ഇല്ലാതാക്കാനാണോ ഭരതൻ സൈന്യവുമായിട്ട് വരുന്നത്. ഭരതൻ്റെ സൈന്യം കാട്ടിലേക്ക് എത്തുമ്പോൾ അകലെ നിന്ന് കണ്ട ലക്ഷ്മണൻ തെറ്റിദ്ധരിക്കുകയാണ്, ഭരതൻ ഞങ്ങളെ ആക്രമിക്കാൻ വരികയാണ്. അപ്പോൾ ശ്രീരാമൻ പറയുന്നൊരു വാചകമുണ്ട്, ഭരതൻ ഒരിക്കലും ആക്രമിക്കാൻ വരികയില്ല, ഭരതൻ ഒരിക്കലും ആക്രമിക്കാൻ വരികയില്ല. നിനക്ക് രാജ്യം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഭരതനോട് പറയാം, നിനക്കവൻ രാജ്യം തരും. തൻ്റെ ജ്യേഷ്ഠൻ്റെ സമീപത്തുന്ന ഭരതൻ ജ്യേഷ്ഠനോട് വീണ്ടും അയോധ്യയുടെ രാജാവാകാൻ അയോധ്യയിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ശ്രീരാമൻ അച്ഛൻ്റെ വാക്കുകൾ ധിക്കരിക്കാൻ തയ്യാറല്ല, ആ വാക്ക് പാലിക്കാൻ തീരുമാനിക്കുന്നു. ഇന്നത്തെ വർത്തമാനകാലത്ത് പണത്തിനും പദവിക്കും വേണ്ടി സ്വന്തം മാതാപിതാക്കളെ ആയിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ കൊല്ലുവാനും വധിക്കുവാനും പോലും മടി കാണിക്കാത്ത വർത്തമാന കാലഘട്ടം നമുക്കറിയാം. നമ്മൾ ദിനം പ്രതി അങ്ങനെയുള്ള വാർത്തകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അവിടെ ഭരതൻ വ്യത്യസ്തനാകുകയാണ്. തൻ്റെ ജ്യേഷ്ഠൻ എങ്ങനെയാണോ കാട്ടിൽ ജീവിക്കുന്നത് അതുപോലെ മരവൂരിയെ ധരിച്ച് ജടാധാരിയായി കൊട്ടാരത്തിൽ പോകാതെ നന്ദിഗ്രാമിൽ ജ്യേഷ്ഠൻ്റെ പാദകം വെച്ച് പൂജിച്ചുകൊണ്ട് ശ്രീരാമൻ വരുന്ന 14 വർഷക്കാലം, ശ്രീരാമൻ്റെ വനവാസം കഴിയുന്ന 14 വർഷക്കാലം ഭരതനോട് കാത്തിരിക്കുകയാണ്. ഉത്തമമായ സഹോദര ബന്ധത്തിന് ഭരതൻ മാതൃകയാണ്. സനാതന സംസ്കാരത്തിൻ്റെ മുഴുവൻ അംശങ്ങളും ഉൾക്കൊണ്ട
ഒരു മഹാകഥാപാത്രമാണ് ഭരതൻ. ഇന്ന് ഈ 3 കഥാപാത്രങ്ങളിലാണ് രാമായണ ചിന്ത മുന്നോട്ട് പോകുന്നത്. വീണ്ടും കൂടുതൽ കഥാപാത്രങ്ങളുമായി വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഞാൻ പറയുന്നില്ല, നിങ്ങളത് ചെയ്യും എന്നുള്ളതുകൊണ്ട്. എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.